നമസ്കാരം. പശ്ചിമ ബംഗാളിൽ നിന്നും കേന്ദ്രസേന വൈകാതെ എത്തുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നുണ്ടെന്നും അയാൾ പാർട്ടിക്ക് വോട്ടും പണവും കൊണ്ടുവരുന്നതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നുമുള്ള ആരോപണവുമായി BJP MP ദിലീപ് ഘോഷ് രംഗത്തെത്തിയിരുന്നു. ഒരു മാസത്തിലധികമായി ഒളിവിൽ കഴിയുന്ന ഷാജഹാൻ ഷെയ്ഖിന് ബംഗാൾ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ദിലീപ് ഘോഷ് വ്യക്തമാക്കിയിരുന്നു. മമതാ ബാനർജി സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മമതാ ബാനർജി നേതൃത്വം കൊടുക്കാതെ സർക്കാർ വിചാരിക്കാതെ ഷാജഹാൻ ഷെയ്ഖിനെ ഒരിക്കലും പിടിക്കാനാവില്ല. കാരണം അയാൾ പാർട്ടിക്ക് വേണ്ടി പണവും വോട്ടുകളും നൽകുന്നുണ്ട്. CBI നയിക്കുന്ന DG എവിടെ നിന്ന് ഷാജഹാനെ പിടികൂടും? കഴിഞ്ഞ ദിവസം കുറച്ചു മണിക്കൂറുകൾ DGയെ കാണാതായിരുന്നു. കാരണം അയാൾ ഷാജഹാൻ ഷെയ്ഖിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. ഒരു രീതിയിലും ഭയക്കേണ്ടതില്ലെന്ന ഉറപ്പ് നൽകിയാണ് DG മടങ്ങിയത്. ജനങ്ങളുടെ രോഷം ഭയന്നാണ് അയാൾ ഒരിക്കൽ പോലും സന്ദേശ് ഗാലി സന്ദർശിക്കാൻ തയ്യാറാകാത്തതെന്നും ദിലീപ് ഘോഷ് പറയുകയുണ്ടായി. അതേസമയം ഷാജഹാൻ ഷെയ്ഖിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സന്ദേശ് ഗാലിയിലെ ബർമജൂറിൽ സ്ത്രീകൾ പ്രതിഷേധ പ്രകടനവുമായി തെരുവിലിറങ്ങുകയും ചെയ്തിരുന്നു. പ്രതിഷേധത്തിന് പിന്നാലെ തൃണമൂൽ നേതാവ് അജിത് മൈദിയെ അഞ്ചൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കുകയും ചെയ്തു. ഷാജഹാൻ ഷെയ്ഖിന്റെ അടുത്ത അനുയായിയായ അജിത് മൈദിക്ക് സന്ദേശ് ഗാലിയിൽ ഭൂമി തട്ടിയെടുക്കലിന്റെ പങ്കുണ്ടെന്നാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് പശ്ചിമ ബംഗാളിൽ കേന്ദ്രസേന എത്തുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതേസമയം പശ്ചിമ ബംഗാളിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അരങ്ങേറുമ്പോഴും മമത യാതൊരു കുലുക്കവുമില്ലാതെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് മമത. എന്നാൽ അവിടെ ആളുകൾ സുരക്ഷിതരല്ലെന്ന് അവർ തന്നെ പറയുമ്പോൾ മമതയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകും. സന്ദേശ് ഗാലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബംഗാളിൽ BJP കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മമതയ്ക്ക് വൻ തിരിച്ചടിയാവും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരിക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.